കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഇന്നലെ ഏറ്റെടുത്ത് രംഗത്തെത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെക്കുറിച്ച് നമ്മളൊന്നും അധികം കേട്ടിട്ടില്ല. തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിലെ അപൂർവതയാണ്. ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന TRF പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദി സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പാണ്. 2019 കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന്റെ പ്രതികാരമായാണ് ഈ സംഘടന രൂപപ്പെട്ടത്. കശ്മീരി സ്വാതന്ത്ര്യ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന TRF വാസ്തവത്തിൽ പാകിസ്ഥാന്റെ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഒരു ശാഖയാണെന്നാണ് ഇന്ത്യൻ സർക്കാർ കരുതുന്നത്. മറ്റ് തീവ്രവാദി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി TRF മതേതരത്വത്തിന്റെ മുഖംമൂടി കൂടി ഉപയോഗിക്കുന്നു. ഇവർ ജിഹാദ് എന്നതിന് പകരം പ്രതിരോധം എന്ന ആശയത്തെ ഉയർത്തിക്കാട്ടുന്നു. കാശ്മീർ പൗരന്മാരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വദേശീയ പ്രസ്ഥാനമായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും കശ്മീരി പണ്ഡിറ്റുകൾ, സിഖുകൾ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ വിവിധ മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഈ മതേതര മുഖംമൂടിയുടെ വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. കശ്മീരിലെത്തുന്ന പ്രദേശവാസികളല്ലാത്ത വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും തങ്ങൾ ആക്രമിക്കുമെന്ന് TRF പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ ശാന്തമാണെന്നും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും നിലവിലില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. കാശ്മീരിലേക്ക് പുതുതായി ഒഴുകിയെത്തുന്ന സഞ്ചാരികൾ ഇതിന്റെ തെളിവാണെന്നും സർക്കാർ വാദിച്ചിരുന്നു. അതിനാൽ തന്നെ വിനോദസഞ്ചാരികളുടെ വരവിനെ തടയുക എന്ന ലക്ഷ്യവും TRFിനുണ്ടെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. TRF ഇതുവരെ നടത്തിയതിൽ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് ഇപ്പോൾ പൽഗാമിൽ നടന്നത്. 2020 കുൽഗ്രാമിൽ 3 BJP പ്രവർത്തകരെ വെടിവെച്ചു കൊന്നാണ് സംഘടനയുടെ രംഗപ്രവേശം. അടുത്ത വർഷം ശ്രീനഗറിൽ ഒരു സർപഞ്ചിനെ വെടിവെച്ചു കൊന്നു. 2023 ഒരു കശ്മീരി പണ്ഡിറ്റിനെ കൊന്നു. 2024 2 ആക്രമണങ്ങൾ. ഗന്ദർബാൽ ജില്ലയിലെ ഒരു നിർമ്മാണ സൈറ്റിൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ മരിച്ചു. അതേ വർഷം തീർത്ഥാടകരുടെ വാഹനം ആക്രമിച്ച് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർ മരിച്ചു. 2023 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം TRFിനെ നിരോധിച്ചു. അതിന്റെ നേതാവ് ഷെയ്ഖ് സജാദ് ഗുലിനെ ഭീകരനായി പ്രഖ്യാപിച്ചു. ടെലിഗ്രാം, വാട്സാപ്പ്, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർ പ്രചാരണവും റിക്രൂട്ട്മെന്റും നടത്തുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.